സോ ആദ്യമായിട്ട് എനിക്ക് പീരീഡ്സ് വരുന്നത് ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. സോ മമ്മി ഒരു ടീച്ചറായതുകൊണ്ട് മമ്മി കുറേ അത്യാവശ്യം ഇതിനുള്ള എഡ്യൂക്കേഷൻ തന്നായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊരു ഫസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഗേൾസിനുള്ള ഒരു ടെൻഷൻ സ്ട്രെസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ കാരണം കൊണ്ട് എനിക്ക് ഹൈ ലെവൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ ടൈപ്പായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു മെൻസ്ട്രുവൽ ക്രാമ്പ് വരുന്ന സമയമുണ്ടാവും. അത് നമുക്ക് ആ ഒരു ഏജിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒരു വയറുവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാൽ ശരിയായല്ലോ അതെന്തായിരിക്കും. ബട്ട് പിന്നെയാണ് നമുക്ക് റിയലൈസ് ഓക്കെ ഇത് മന്ത്ലി വരുന്ന സംഭവമാണ്, അത്യാവശ്യം നല്ല ക്രാംസ് ഉണ്ടാവും. പിന്നെ ടു എ സർട്ടൻ ഏജ് അത് യൂസ് ടു ആയി. പിന്നെ ഞാൻ പേഴ്സണലി ഇങ്ങനെ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എനിക്ക് നല്ല ബെനിഫിറ്റായി. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അത് യൂസ് ടു ആയി പോകണു. സോ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ക്രേവിങ്സ് ഉണ്ടാവും. സോ ഇതിനൊക്കെ എനിക്ക് കൂട്ടുനിന്നത് എൻ്റെ മമ്മിയായിരുന്നു. സോ മമ്മി വരുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മോറൽ സപ്പോർട്ടായിരുന്നു. എനിക്ക് എന്ത് വേണോ, എൻ്റെ എന്താ പ്രശ്നം മമ്മി കണ്ട് അറിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പീരീഡ് ക്രാംസ് ആയാലും അതിനനുസരിച്ച് മൂഡ് സ്വിങ്സ് ആയാലും എനിക്ക് ഓപ്പൺ ആയിട്ട് ആരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതിനൊക്കെ മേജറായിട്ട് ഹെൽപ്പ് ചെയ്തത് മമ്മിയായിരുന്നു.